ഈ പ്രൊഡക്റ്റ് കണ്ട സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്തായിരിക്കും? ഇഷ്ടപ്പെട്ടോ? ആദ്യമായിട്ട് ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ കണ്ട സമയത്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇത് വിജയിക്കുന്നു ഉറപ്പിച്ചിരുന്നു. ഞാൻ ശരിക്കും വളരെ പ്രതിസന്ധിച്ചാല് പണമില്ലാത്തതിന്റെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക. വീടില്ല, വണ്ടിയില്ല, കൊച്ചില്ല. ഈ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് MI ലൈഫ് ഡയറക്ടർ മേഖലയ്ക്ക് നിയമ തടസ്സം മാറിയത്. ഇത് ട്രെയിനിങ്ങിന് പോയ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അനീസ് അതൊക്കെ ഭാഗ്യ. ഞാൻ കസര തടിക്കുകയും ആമവാദം വന്നു കരയുന്നു. മുടി വന്ന അധ്യാപകൻ പറയാണ് ഈ എയർ ഓയിൽ യൂസ് ചെയ്ത മുടി വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ഒന്ന് അങ്ങോട്ട് പോകാൻ ഞാൻ ഇത് അത്രത്തോളം അങ്ങോട്ട് ഞാൻ 5-6 വർഷം കൊച്ചിയിലായിരുന്നു. സത്യമല്ല. ഞാൻ ബെല്ലിസറുടെ വീട്ടിൽ 6 മണിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബെല്ലിസർ ഇത് ഒരിക്കലും പോസിബിൾ അല്ല, ഇത് പറയുന്നത് സത്യമല്ല. പക്ഷെ ബെല്ലിസർ ഒരു വാക്ക് പറഞ്ഞു എന്നോട്, വെൽനസ് ഇൻഡസ്ട്രിയിൽ കമ്പനി കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി മാനേജ്മെന്റ് ചില്ലറ കളിക്കാരല്ല, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശൈലേഷ് സാറിനെ കൂട്ടി ചെന്നൈയിൽ പോയിട്ട് കമ്പനിയുടെ മാനേജ്മെന്റിനെ കണ്ടു. ഡോക്ടർ DBA നാരായണ ആരാ? എന്താ പ്രൊഫൈൽ? KC ഗൗഡൻ ആരാ? മാർക്കറ്റിംഗ് ഹെഡ് KK രാജേഷ്. ഇവരൊക്കെ പ്രൊഫൈൽ കണ്ട് ലൈഫ് ടൈം എഗ്രിമെന്റ്. ഈ ലെവലിലേക്ക് ഇത് പഠിച്ച് മനസ്സിലാക്കി അവർ ഫീൽഡിലേക്ക് ഇറങ്ങി. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലീഡേഴ്സിന് ബിഗ് സല്യൂട്ട് കൊടുക്കണം, നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം വെൽനസ് ഉൽപ്പന്നം ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യോ? നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് പ്രൊഡക്റ്റ് മേടിച്ചെങ്കിൽ യൂസ് ചെയ്യോ? ചെയ്യില്ല. വിശ്വാസം കൊണ്ട് ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം മേടിച്ചതായിരിക്കും, യൂസ് ചെയ്യില്ല. അങ്ങനെ അവരൊക്കെ യൂസ് ചെയ്യിപ്പിച്ച് മാറ്റം കാണിച്ചു കൊടുത്തു. നമ്മൾ ഏറ്റവും പേടിക്കുന്ന അസുഖത ക്യാൻസറിന് പോലും മാറ്റം കണ്ടു. ഈ മാറ്റം കണ്ട സമയത്ത് ഞാൻ മെല്ലെ നോക്കുന്നുണ്ട്. പക്ഷേ വീക്കിലി വരുമാനം കയറണ്ടേ? നമുക്കൊരു പ്രതിസന്ധി പ്രയാസമുള്ള സമയത്ത് നമുക്കൊരു കർഷക മൈൻഡ് ഉണ്ടാവും. നിങ്ങൾ സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുമ്പോൾ കൃഷി ചെയ്യോ? ചെയ്യില്ല. ആ സമയത്ത് 2,10,000 മേടിച്ച് എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പഠിക്കട്ടെ. ദൈവഭാഗ്യം കൊണ്ട് കൊച്ചാവാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ കാരണം പറഞ്ഞ് കല്യാണത്തിന്റെ മെഡിക്കൽ ലീവ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു. ആ പഠിത്തം 7ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു ഒരു ഐഡിയിൽ മാത്രം 2 കോടിക്ക് മേലെ വരുമാനം മേടിച്ചു കഴിഞ്ഞു. പണം എന്തിനാണ് നമ്മൾ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത്? ഭൂമിയിലെ പണം ആരും കൊണ്ടുപോകില്ല. നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് പണം തടസ്സമാണെങ്കിൽ, പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ ഈ ബിസിനസ് ആശയം നിങ്ങൾക്കുള്ളതാ. അവിടെ നമുക്ക് എനർജി വേണം. ഇത് നാളത്തേക്കുള്ള ബിസിനസ്സാ, നമ്മുടെ മക്കളുടെ ബിസിനസ്സാ. അത് മനസ്സിലാക്കാനും പഠിക്കാനും ഇന്ന് നമുക്ക് കഴിയണം.